ഗാംബ്ലിങ് കൊണ്ടുപോയി കാശ് ഇട്ട് കളഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസറിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും ഈ സിനിമയിൽ ചില ക്യാരക്ടേഴ്സിന് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഇതെല്ലാം എന്താണ്, ഒരു അഭിനയം മാത്രമാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം. അതായത് അവരുടെ ക്ലയൻറ്റ് അത് ഏത് ആപ്പാണോ അവർ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അതുപോലെ നിങ്ങളുടെ മുമ്പിലേക്ക് ഛർദ്ദിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവരെ വിശ്വസിക്കുന്ന നിങ്ങളാണ് മണ്ടന്മാർ. ബാക്കി കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണും. വല്ല പണിയെടുത്ത് ജീവിക്കടാന്നാണ് എൻ്റെ അടുത്ത് ഏതോ ഒരു മച്ചാൻ, പേരില്ലാത്തൊരു മച്ചാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ആ മച്ചാനോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണടെ എൻ്റെ പണി. 2018 മുതൽ അൺഒഫീഷ്യലായിട്ടും 2020 മുതൽ ഞാൻ പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന മേഖലയിലൂടെയും പിന്നെ ആർജയിങ്ങും മീഡിയയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ തട്ടിയും മുട്ടിയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്ററോ ഒന്നും അല്ല, പക്ഷേ ഈ മേഖലയിലുള്ള ഒരാൾ തന്നെയാണ്. സോ ഇത് തന്നെയാണ് എൻ്റെ ജീവിത മാർഗം. അതുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വെൽക്കം ടു ആൻഡപ്പൻ ടോക്കീസ് ആൻഡ് ദിസ് ഈസ് RJ ആൻഡപ്പൻ. സാറാ ആൻഡപ്പൻ്റെ ആരെങ്കിലും ആണോ? എൻ്റെ ഫ്രണ്ടാ. അവനാ ഈ നിലവാരത്തിലുള്ള വൃത്തിയായിട്ട് ഉപമങ്ങളൊക്കെ പറയാറ്. അല്ല സാർ കഥ പറഞ്ഞു. പണം എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇന്നത്തെ ലോകം കംപ്ലീറ്റ് ആയിട്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ സുനാപ്പിയിലാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്നൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം ഇൻ്റർനെറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അതിൻ്റെയൊക്കെ ഒരു കാലഘട്ടം, AI വന്നു, അതിൻ്റെയും ഒരു സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ നമ്മുടെ മണിയുടെ ഒരു ഫ്ലോ കൂടുതലായിട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫോണിലാണ് അല്ലേ? അപ്പോൾ ഈ ഫോണിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് പണ്ട് നമ്മൾ എന്തൊക്കെ ഓഫ്ലൈനായിട്ട് ചെയ്തുകൊണ്ടിരുന്നോ അതെല്ലാം ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് കയറി പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് ഓൺലൈൻ ഗാംബ്ലിങ്. അജിത്തിൻ്റെ സ്റ്റൈലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മണി എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ ഗാംബ്ലിങ് അതൊരു വലിയ വിഷയം തന്നെയാണ്. ഞാൻ പക്ഷേ ഈ ഒരു വിഷയം എടുത്ത് സംസാരിക്കാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്, അഭിജിത്ത് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം കണ്ടൻറ് ക്രിയേറ്റർ ഉണ്ട്. ആ മച്ചാൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ ഇടയ്ക്ക് കാണാനുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി ഐ ഹാവ് ടു അതിൽ ഒരു സംസാരിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം അല്ലേ, എന്തൊരാണ് ആ സംഭവം എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. പ്രൊമോട്ട് ചെയ്താലും ഓപ്പണായി തട്ടിപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന 5 ഇൻഫ്ലുവൻസേഴ്സ്. നമ്പർ 5 ഏഞ്ചൽ ഐജു. ഈ അക്കൗണ്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇല്ലീഗൽ ഗാംബ്ലിംഗ് ആപ്പുകളാണ്. ചുമ്മാതെ ഏതോ ഒരു പ്രൊമോഷൻ കിട്ടിയപ്പോൾ ചെയ്തതാണ് എന്ന് തോന്നുന്നില്ല. കാരണം ഇവർക്ക് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതെടുത്തു നോക്കിയാൽ ഇതിനെക്കുറിച്ച് മാത്രമേ അതിൽ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ക്യാഷ് ഉണ്ടാക്കാനുള്ള വഴി എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതുമുണ്ട്. നമ്പർ 4 അമല ഷാജി. അമലാക്ക് ഇതിനു മുന്നേ ഒരു തവണ എയറിൽ പോയതാണ് തട്ടിപ്പ് പ്രൊമോട്ട് ചെയ്തതിന്. പക്ഷേ ഇപ്പോഴും മാറ്റമൊന്നുമില്ല. ഇപ്പോഴും ഓപ്പണായി ഇല്ലീഗൽ ബെറ്റിംഗ് ആപ്പുകൾ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റയിൽ മാത്രമല്ല, അവരുടെ വാട്സാപ്പ് ചാനലിൽ കാലങ്ങളായി ഇതുപോലെ പലതരം തട്ടിപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്പർ 3 നീരൂട്ടി. അമല ഷാജി ലൈറ്റ്. അമല ഷാജി എന്ത് തട്ടിപ്പ് വാട്സാപ്പ് ചാനലിൽ പ്രൊമോട്ട് ചെയ്താലും അതേ മെസ്സേജ് നീരൂട്ടിയും ഇടും. അടുത്ത ആളുടെ കാര്യം പറയുന്നതിന് മുന്നേ ഇതുപോലത്തെ സ്കാം വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഫോളോ. നമ്പർ 2 ഓക്കെ, ഇതുപോലത്തെ സ്കാം വീഡിയോ എനിക്കിഷ്ടമല്ല, പക്ഷെ എന്തായാലും അതിൽ സംഭവം നോക്കിയപ്പോൾ എനിക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഇൻഫ്ലുവൻസർ സ്കാം എന്നാണ് പുള്ളി ഇട്ടിരിക്കുന്നത്. ഇൻഫ്ലുവൻസേഴ്സ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, എനിക്ക് ആ പേരിനോട് തന്നെ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ഇൻഫ്ലുവൻസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് ഇവരെല്ലാം നമ്മുടെ ലൈഫിലേക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ വർക്കൊക്കെ മോസ്റ്റ്ലി വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ വീട്ടിലാണ്. അപ്പോൾ നമ്മുടെ ടൈം കൂടുതലും സോഷ്യൽ മീഡിയാസിലൊക്കെ സ്പെൻഡ് ആവാറുണ്ട്. സോ എവിടേക്കോ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ പല കാര്യങ്ങളെയും എന്താ പറയുക, പല സമയങ്ങളിലും ഒരു ദിവസത്തിൻ്റെ ഏകദേശം ഭൂരിഭാഗം സമയവും നമ്മൾ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ആൾക്കാർ നമ്മളെയൊക്കെ എവിടേക്കോ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണ്. പക്ഷേ അതൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അവരെ നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളോ ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി ബിഗ് മിസ്റ്റേക്ക്.
അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഓൺലൈൻ ഗാംബ്ലിങ്ങിൻ്റെ നമ്മൾ ഇവരെയൊക്കെ വിശ്വസിക്കുന്നു എന്നുള്ളത്. അതിലേക്ക് വരാം. ഇപ്പോൾ ഇതിനകത്ത് പുള്ളി ഒരു 5 ഇൻഫ്ലുവൻസേഴ്സിനെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ 5 ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും അല്ല, അതിൽ കൂടുതലാണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ഹലോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഹെലൻ ഓഫ് സ്പാർട്ടയുടെ ഒരു വീഡിയോയെ റിയാക്ട് ചെയ്തുകൊണ്ട് JBI, ഞാൻ പുള്ളിക്കാരൻ്റെ വീഡിയോ കാണാറുണ്ട്, ഹെലൻ്റെയും വീഡിയോസ് കാണാറുള്ളതാണ്. സോ അപ്പോൾ ആ ഒരു ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു ഓൺലൈൻ തട്ടിപ്പാണ് എന്ന് പറഞ്ഞു വന്നു. ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഒരു ഇൻഫ്ലുവൻസറിൻ്റെ പേരിൽ കേരളത്തിൽ വരുന്നത്. ഇതിനു മുമ്പും ഒരുപാട് ആൾക്കാരുടെ പേരിൽ എന്ത് വന്നിട്ടുണ്ട്, ഈ പറയുന്നത് പോലെ തട്ടിപ്പാണ്, ബാക്കി സംഭവങ്ങളാണ്. ഈ ഓൺലൈൻ ഗാംബ്ലിംഗ് ആപ്പുകളും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡബിൾ ചെയ്യുന്ന ഇരട്ടിക്കുന്ന പരിപാടിയുടെ പല സംഭവങ്ങളും തട്ടിപ്പാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷേ എന്നാലും ഈ പറയുന്നവരൊക്കെ പറയുമ്പോൾ, എസ്പെഷ്യലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഞാനിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുടെ അക്കൗണ്ടിലൂടെ നമ്മൾ കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇതൊക്കെ ശരിയാണെന്ന് നമ്മൾ വിശ്വസിച്ചു പോകും. ആൻഡ് ഇതിൽ പലരും പറഞ്ഞു പോയിട്ടുള്ള ചില കാര്യങ്ങളെക്കാളും കൂടുതലായിട്ട് എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരെല്ലാവരെയും കോൾ ദം ആസ് എ കണ്ടൻറ് ക്രിയേറ്റർ. ഇനി മുതലെങ്കിലും ഇവരെ ഒന്നും ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫിൽ നിങ്ങളെ ഒരു ഓൺലൈൻ ഈ പറയുന്ന പോലെ തട്ടിപ്പിലേക്ക് നിങ്ങളെ നയിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്യുന്നവരെ നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്നാണോ വിളിക്കുന്നത്? ഇതിൽ എല്ലാ മനുഷ്യരും തെറ്റിലേക്ക് മാത്രം നയിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നുള്ളതൊന്നും അല്ല കേട്ടോ. പക്ഷേ കുറേ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മച്ചന്മാരെ, എൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതിൽ കേരളത്തിൽ മാത്രമുള്ള ഇൻഫ്ലുവൻസേഴ്സ് എത്ര പേരാണ് ഈ ഓൺലൈൻ ഗാംബ്ലിംഗ് ടൈപ്പ് ഓഫ് ഗെയിംസും അതുപോലെ തന്നെ ആപ്പുകളും പ്രൊമോട്ട് ചെയ്യുന്നതെന്നറിയൂ. ഞെട്ടിപ്പോവും. ആൻഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആദ്യം എടുത്തു നോക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർ ബെറ്റിംഗ് ആപ്സ് ലീഗൽ ഇൻ ഇന്ത്യ എന്നുള്ളൊരു ചോദ്യമാണ്. ആൻഡ് അപ്പോൾ അതിൽ ഗൂഗിൾ ആദ്യം വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പബ്ലിക് ഗാംബ്ലിംഗ് ആക്ട് ഓഫ് 1867 അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റിങ്ങും ഗാംബ്ലിങ്ങും എന്താണ്, ഇല്ലീഗലാണ് നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും. പക്ഷെ അത് ഓൺലൈൻ ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് ഈ ഗാംബ്ലിങ്ങും അതുപോലെ തന്നെ ബെറ്റിങ്ങും നമുക്കറിയാം. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഈ കാസിനോയും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് ഇന്ത്യയിൽ ഗോവയിലുള്ള പോലുള്ള സ്ഥലങ്ങളാണ്. ബാക്കി എടുത്ത് ഇതൊന്നും പറ്റൂലടേ, അത് തന്നെയാണ് അതിൻ്റെ സത്യം. എന്നാൽ ഓൺലൈനിലേക്ക് വരുമ്പോൾ നേരെ മാറ്റമുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിൻ്റെ സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഭയങ്കര കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇതിൻ്റെ നിയമ സൈഡ് ഭയങ്കര ശോകമാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ കാര്യം. ആൻഡ് അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ നിയമത്തിൻ്റെ സൈഡൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഞെട്ടിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺ പേപ്പേഴ്സ് ഗാംബ്ലിംഗ് ആപ്സ് ആർ നോട്ട് ഇല്ലീഗൽ എന്നുള്ളതാണ് വന്നത്. ആൻഡ് എസ്പെഷ്യലി ഗെയിംസ് ദാറ്റ് ആർ ബേസ്ഡ് ഓൺ സ്കിൽസ്, അതാണ് എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ്. അതായത് വീണ്ടും ഞാൻ ഒന്നും കൂടെ പറയാണ്, ഗാംബ്ലിംഗ് ആപ്സ് ആർ നോട്ട് ഇല്ലീഗൽ എസ്പെഷ്യലി ഗെയിംസ് ദാറ്റ് ആർ ബേസ്ഡ് ഓൺ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ഈ പറയുന്ന സംഭവങ്ങളിലൂടെ തന്നെ കണക്ട്, സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഗെയിംസുകൾ തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഓരോ സാധനങ്ങളും. അതുകൊണ്ട് തന്നെ ഇത് ഇല്ലീഗൽ അല്ല എന്നുള്ളതാണ്. ഇനി കേരള അലൗ ഓൺലൈൻ ഗാംബ്ലിംഗ് ആപ്സ് ഇൻ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ്, ഹൗവർ ദേ ആർ സ്ട്രിക്ട്ലി റെഗുലേറ്റഡ് എന്നുള്ള സംഭവമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും കേരളത്തിലും ഈ പറയുന്ന പോലെ തട്ടിപ്പ് ഒട്ടും കുറവൊന്നുമല്ല. അതായത് ഞാൻ ഏത് സ്റ്റേറ്റാണ് ഇന്ത്യയിൽ ഓൺലൈൻ ഗാംബ്ലിംഗ് ബാൻ ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ കാണാൻ പറ്റിയത് തെലുങ്കാന മാത്രമാണ് ഇന്ത്യയിൽ ഓൺലൈൻ ഗാംബ്ലിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റായിട്ട് എനിക്ക് കാണാൻ പറ്റിയത്. ഇനി എനിക്ക് അറിഞ്ഞുകൂടാ വേറെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അതിൽ ഒരു തെറ്റുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വായിച്ചു തരാം. ഇൻ 2017 തെലുങ്കാന ബിക്കം വൺ ഓഫ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ബാൻ ഓൾ ഫോംസ് ഓഫ് ഓൺലൈൻ gaming and gambling through any amendment to the Telangana Gaming Act. In Karnataka too, in 2021, the government banned all online games എന്നും കൂടെ ഉള്ളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്സും കൂടെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തായാലും ഇപ്പോൾ നിലവിൽ ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത് തെലുങ്കാനയിലും ഈ പറയുന്ന പോലെ തന്നെ കർണാടകയിലും മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഓൺലൈൻ ഗാംബ്ലിംഗ് ഗെയിംസൊക്കെ
ബാൻ ചെയ്തതായിട്ട് കാണുന്നുള്ളത്. പിന്നെ ഞാൻ ചുമ്മാ ഒരു സംശയത്തിൻ്റെ പുറത്ത് ഞാൻ ഒരു കാര്യം കൂടെ നോക്കി. അതായത് ഈ ഓൺലൈൻ ഗാംബ്ലിംഗ് ഗെയിംസ് കൊണ്ട് എന്താണ് നമുക്ക് പണിഷ്മെൻ്റ് ആയിട്ട് വരിക എന്നുള്ളത്. അപ്പോൾ അതിന് എഴുതിയിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ a fine of 200 Indian rupees or imprisonment up to 3 months എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല, പക്ഷെ എന്തായാലും ഇങ്ങനൊരു സാധനമാണ് എനിക്ക് കാണാനായിട്ട് പറ്റിയത്. പിന്നെ ഇതിൻ്റെ IT Act 2000 ഒക്കെ ഒരുപാട് കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കിതിൽ മൊത്തത്തിലൊന്ന് ഓടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഓൺലൈൻ ഗാംബ്ലിങ്ങിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ റൂൾസ് ഇല്ല എന്നുള്ളതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻഫ്ലുവൻസേഴ്സ് എങ്ങനെയാണ് ഇതിലേക്ക് കണക്റ്റ് ആവുന്നത്. പലരും പറയുന്നത് ഇതിൻ്റെ തട്ടിപ്പ് അറിയത്തില്ലായിരുന്നു, എന്നോട് ഇങ്ങനെ കുറച്ച് പേര് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ്, അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാവുന്ന ഒരു സോഴ്സിൽ നിന്ന് വന്നതുകൊണ്ടാണ് എന്നൊക്കെയുള്ളതാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ തന്നെ ഒരു വീഡിയോ കാണിച്ചു തരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലയൻറ്റ് എൻ്റെ കയ്യിലേക്ക് വന്നിട്ട് ഈ ഒരു സംഭവമാണ്. നിങ്ങൾ ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. ഹലോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിൽ പലരും പലതരത്തിലുള്ള ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസിൽ പോവാറുണ്ട്, വിസിറ്റ് ചെയ്യാറുണ്ട്, കളിക്കാറുണ്ട് അല്ലേ? എന്നാൽ അതിൽ എങ്ങനെ നമ്മളെ തന്നെ ഒന്ന് അടിപൊളിയാക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് ടിപ്പുകളുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പറയാനായിട്ടുള്ളത്, ഞാനിപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്ന മോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്ന ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. ഒരുപാട് ഗെയിംസ് അവരുടെ കയ്യിലുണ്ട്. ആൻഡ് ഇത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് വിഡ്രോയും ചെയ്യാം. പക്ഷേ ഇതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനായിട്ടുള്ളത്, ഇത് ഹാക്കിങ്ങോ അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റിയോ ഒന്നുമല്ല. ഞാൻ പറയാൻ പോകുന്നത് ഇതിൽ എങ്ങനെ നമുക്ക് ആ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇനി മുഴുവൻ പറയുന്നില്ല. ഈ വീഡിയോ കാണുന്ന എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന പലർക്കും ഉണ്ടാവാൻ പോകുന്നൊരു സംശയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ വിശ്വസിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, യെസ് ആൻഡപ്പൻ പറയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്ത് ചെയ്യുകയാണെന്നുള്ളത്, ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ഓൺലൈൻ ഇന്ന ഗെയിം ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ആപ്പ് ഈ സോഫ്റ്റ്വെയറിൽ ഞാൻ ഇന്നതുപോലെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 500 രൂപ ഇട്ടു, 1000 രൂപ എനിക്ക് കിട്ടിയതിൻ്റെ സോഴ്സാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇത് ഞാൻ എൻ്റെ വീഡിയോ തന്നെ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ക്ലയൻറ്റ് ആക്ച്വലി നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഇതിൻ്റേതായിട്ടുള്ള PR ടീം എന്ന് വേണമെന്ന് പറയാം, അല്ലെങ്കിൽ ഇത് മാനേജ് ചെയ്യുന്നൊരു ടീം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ മച്ചാൻ നമുക്ക് ഇതിൻ്റെ സ്ക്രിപ്റ്റ് അയച്ചു തരും. ഈ സ്ക്രിപ്റ്റിൽ ആ വീഡിയോയിൽ തുടക്കം മുതൽ അവസാനം വരേക്കും പറയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ന ആപ്പ് 100% വിശ്വസിക്കാവുന്ന സംഭവമാണ് എന്നുള്ളത് ഒരു സ്ക്രിപ്റ്റ്, ഞാനിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഇതിൻ്റെ സൈഡിൽ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആപ്പ് ഞാൻ ഇത്ര നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സാധനവും പറയും. ആൻഡ് നിങ്ങൾ നോക്കൂ, ഈ സ്ക്രീനിൽ കാണുന്നത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിക്കുകയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇതുപോലുള്ള ഓൺലൈൻ ഗാംബ്ലിംഗ് ആപ്സിൻ്റെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാവരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിൽ 99% ആൾക്കാരും ആ ആപ്പ് യൂസ് ചെയ്യാതെ ജസ്റ്റ് അവരുടെ ക്ലയൻറ്റ് കൊടുത്തിട്ടുള്ള സ്ക്രിപ്റ്റിൻ്റെ ബേസിൽ മാത്രമാണ് വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ ഇൻഫ്ലുവൻസേഴ്സ് ഇനിയെങ്കിലും വിളിക്കണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഓൺലൈൻ ഗാംബ്ലിങ്ങിൻ്റെയും ഗെയിമിങ്ങിൻ്റെയും ഒക്കെ ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നിയമപ്രശ്നങ്ങൾ ഇന്ത്യയിൽ അതിൻ്റെ ബേസിലുണ്ട്. നമ്മുടെ റൂൾസും റെഗുലേഷൻസും ഒന്നും അതിൽ കൃത്യമല്ല എന്നുള്ളതാണ് എനിക്ക് കുറേയൊക്കെ തപ്പിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യം. ആൻഡ് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CCPA സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഈ സെലിബ്രിറ്റീസിനും ഇൻഫ്ലുവൻസേഴ്സിനും കൊടുത്തിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്നത് പോലെ പ്രൊമോട്ടിങ് ബെറ്റിംഗ് അല്ലെങ്കിൽ ഗാംബ്ലിംഗ് നിർത്തണം, അല്ലെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ള സംഭവമൊക്കെ ആക്ച്വലി ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി വാൺ ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ എന്നാലും ഇന്നും മലയാളികളാണെങ്കിലും ഏത് ഭാഷയിലുള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ സ്ഥിരമായി കാണുന്ന ഇൻഫ്ലുവൻസേഴ്സൊക്കെ 100% വിശ്വസിക്കാം. ഗവൺമെൻറ് സാറ്റിസ്ഫൈഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള സംഭവങ്ങളുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരും. നമ്മൾ മനുഷ്യന്മാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 രൂപ നമ്മുടെ കയ്യിലുള്ളൂ.
അത് കൊടുത്തിട്ട് 2000 രൂപ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടനും പൊട്ടനുമായിട്ടുള്ള നമ്മളെല്ലാവരും, ഞാൻ അടക്കമുള്ളവർ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചെയ്യും. ഓഫർ കാണുമ്പോൾ ഓഫറുള്ള സ്ഥലത്തേക്ക് ഇടിച്ച് കയറാനുള്ളൊരു ടെൻഡൻസി ഉള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. അത് നമ്മൾ കുറ്റം പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അവസ്ഥകൾ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ആയി പോകുന്നത് എന്നുള്ളതൊരു വലിയ ഫാക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഗൈസ്, ഇതിൻ്റെയൊക്കെ പുറകിൽ എന്തെങ്കിലും ഒരു ഉടായ്പ് ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങളുടെ പണമാണ്. ഏത് ഇൻഫ്ലുവൻസറും ഏത് കണ്ടന്റ് ക്രിയേറ്ററും നിങ്ങളുടെ മുമ്പിലേക്ക് എത്ര വിശ്വസിക്കാവുന്ന സംഭവമാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടാലും അത് നിങ്ങളുടെ പണം കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് ഇടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങൾ ആരെയോ വിശ്വസിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ ഒന്നും സ്റ്റഡി ചെയ്യാതെ ചെയ്യുന്ന ഒരു മണ്ടത്തരമാണെന്നുള്ളത് മനസ്സിലായോ? അതായത് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, മിന്നുന്നതെല്ലാം പൊന്നല്ല. അപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതെൻ്റെ ജോബിൻ്റെ പാർട്ടായി, ഇതെൻ്റെ ലൈഫിൻ്റെ പാർട്ടായതുകൊണ്ട്, ഇതെൻ്റെ കണ്ടൻറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ അത് അവർക്ക് ആ കണ്ടൻറ്റിൽ അല്ലെങ്കിൽ അവരുടെ കണ്ടൻറ് ക്രിയേഷൻ്റെയും അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ലൈഫിലേക്കും അത് അവർക്കൊരു മണി ജനറേറ്റിംഗ് സോഴ്സ് ആയതുകൊണ്ട് ഈ ഇൻഫ്ലുവൻസസ് ചെയ്യുന്നു. പക്ഷെ അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, ഞാൻ ന്യായീകരിക്കുകയല്ല. പക്ഷേ ഈ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും ക്ലയൻറ്റിൻ്റെ സ്ക്രിപ്റ്റ് അതുപോലെ നിങ്ങളുടെ മുമ്പിലേക്ക് ഛർദ്ദിക്കുന്നതാണ്. ഈ പറയുന്ന ഓൺലൈൻ ആപ്പുകളോ ഗാംബ്ലിംഗ് സൈറ്റുകളോ അല്ലെങ്കിൽ ബെറ്റിംഗ് ആപ്പുകളിലോ ഒന്നും ഇവർക്ക് ഒരു അക്കൗണ്ട് പോലും ഉണ്ടാവില്ല. 100% ഉറപ്പാണ്. ഇത് ക്ലയൻറ്റ് കൊടുക്കുന്ന അതേ സ്ക്രിപ്റ്റാണ് അവരവിടെ ഛർദ്ദിച്ച് വെക്കുന്നതെന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി ഈ പറയുന്ന പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കൊണ്ടുപോയി കാശിടുക എന്ന് മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ പിന്നെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ചിൽ കുപ്പിച്ചിൽ.